ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കുവാൻ തുടർച്ചയായി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട് 10 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ജാതി സെൻസസ് എടുത്താൽ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന സംശയം ഉള്ളവരാണ് ഏറെയും. ജാതി സെൻസസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി നിരത്തി പറയുകയുണ്ടായി. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ അസമത്വം തുറന്നു കാട്ടുവാൻ ജാതി സെൻസസ് അനിവാര്യമാണ് എന്നാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം താഴ്ന്ന ജാതിക്കാർക്ക് മേലുള്ള അനീതിയാണെന്നും ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ചുള്ള സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് ജാതി സെൻസസ് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കുമിടയിൽ വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കണമെന്ന BR അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJPക്ക് ദളിത് വിരോധി മനോഭാവമുണ്ടെന്നും മെറിറ്റ് തകർക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യാഴാഴ്ച UGC മുൻ ചെയർമാനും അക്കാദമീഷ്യനുമായ സുഖ്ദിയോ തോറോട്ടുമായുള്ള സംഭാഷണത്തിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉയർത്തി. 1927 മാർച്ച് 20 അംബേദ്കർ മഹത് സത്യാഗ്രഹത്തിലൂടെ ജാതി വിവേചനത്തെ വെല്ലുവിളിച്ചിരുന്നു. ഇത് വെള്ളത്തിനായുള്ള അവകാശത്തിനുള്ള പോരാട്ടം മാത്രമല്ല, സമത്വത്തിനും ആദരവിനും വേണ്ടി ആയിരുന്നു. 98 വർഷം മുൻപ് ആരംഭിച്ച ശരിയായ പങ്കിടലിനുള്ള ഈ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് എന്ന് രാഹുൽ പറഞ്ഞു. 30,000 OBC പൊതുമേഖലാ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ദേശീയ കോൺഫെഡറേഷന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ രാഹുൽ ഇതിനു മുൻപ് ചർച്ച ചെയ്തിരുന്നു. ജാതി സെൻസസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണത്തെ BJP വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ മെറിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാർട്ടിയുടെ വംശപരമ്പര മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് BJP ദേശീയ അധ്യക്ഷൻ പ്രതികരിച്ചു. ഏതായാലും ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ചും BJPയുടെ ദളിത് വിരോധി മനോഭാവത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ രാജ്യത്ത് ഏറെ ചർച്ചയായിരിക്കുകയാണ്.